ആലിൻ ഷെറിൻ മാത്യു എന്നു പേരുള്ള കേവലം 9 മാസം അല്ലെങ്കിൽ 10 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടി റോഡപകടത്തിൽ മരിച്ചത്. ആ കുട്ടിയുടെ ആന്തരാവയവങ്ങൾ 4 പേർക്കായിട്ട് ദാനം ചെയ്തതുമായ വാർത്ത കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായ ഒന്നാണ്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കുട്ടിയുടെ വീട്ടിലെത്തി സന്തപ്ത കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ധീരോദാത്തമായ മാതൃകയെ പ്രകീർത്തിക്കുകയും. സ്വതവേ തന്നെ ഒരു വികാരജീവിയായിട്ടുള്ള നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ച് ഈ കുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകൾ തീരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ട ആ ഓർമ്മ പങ്കുവയ്ക്കും. ഈ ആലിൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന അതേ വേദന താൻ പണ്ട് അനുഭവിച്ചതാണ് എന്ന് അവരെയും നമ്മളെ ഓർമ്മിപ്പിച്ചു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. മാതൃഭൂമി, മലയാള മനോരമ അടക്കമുള്ള പ്രമുഖ പത്രങ്ങളൊക്കെ ഇതിന് വലിയ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു, മുഖപ്രസംഗങ്ങൾ എഴുതി. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ദേശീയ പത്രങ്ങളൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ടെലിവിഷൻ ചാനലുകളും ഈ ആന്തരാവയവങ്ങളുമായിട്ടുള്ള യാത്രയും അതിൻ്റെ ഫലപ്രാപ്തിയും ഈ കുഞ്ഞിൻ്റെ മരിച്ചടക്ക് അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ, വലിയ സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ച തോറുമുള്ള മൻ കി ബാത്ത് പരിപാടിയിൽ ഈ കുട്ടിയെക്കുറിച്ചും ആ കുട്ടിയുടെ ആന്തരാവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ കാണിച്ച മഹാമനസ്കതയെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിച്ച് പറഞ്ഞു. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. ഇപ്പം ഞാനോ പിണറായി വിജയനോ സുരേഷ് ഗോപിയോ നരേന്ദ്രമോദിയോ UN സെക്രട്ടറി ജനറലോ ആശ്വസിപ്പിച്ചാലും തീരാത്ത വേദനയാണ് അവരനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാനിവിടെ പറയാൻ വന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച്, ഇത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആലിൻ എന്ന് പറഞ്ഞ പിഞ്ചുകുട്ടി മരിക്കാനിടയായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലിൻ്റെ മാതാപിതാക്കൾക്ക് പറയത്തക്ക പരിക്കൊന്നും പറ്റിയില്ല. ആലിൻ എന്ന പിഞ്ചുകുട്ടി കൊല്ലപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ റോഡ് സുരക്ഷാ സംവിധാനത്തിലുള്ള വലിയ അപാകത കൊണ്ടാണ്, പാളിച്ച കൊണ്ടാണ്, ബന്ധപ്പെട്ട ആളുകളുടെ നിരുത്തരവാദപരമായ പ്രവൃത്തി കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം, ചെറിയ കുട്ടികളെ ഒരിക്കലും മാതാപിതാക്കൾക്കൊപ്പം അവരുടെ മടിയിലിരുത്തി ഒന്നും യാത്ര ചെയ്യിക്കാൻ അനുവദിക്കുകയില്ല. ബേബി സീറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം അവിടെ ഉണ്ട്. ചെറിയ കുട്ടികളെ, എനിക്കൊണ്ട് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആ സീറ്റിലിരുത്തി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ ഉള്ള കുട്ടികളുള്ള മാതാപിതാക്കൾ അവരുപയോഗിക്കുന്ന കാറിൽ നിർബന്ധമായിട്ടും ബേബി സീറ്റ് ഘടിപ്പിച്ചിരിക്കണം എന്ന നിർബന്ധമാണ്. അങ്ങനെയല്ലാത്ത ഒരു വാഹനത്തിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞിനെ കയറ്റിക്കൊണ്ടു പോകുന്നത് നിയമപാലകർ കണ്ടുപിടിച്ചാൽ അവിടെ പരിശോധന വളരെ കർക്കശമാണ്. ഈ റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ്. ഒരു തവണയൊക്കെ ഈ റോഡ് നിയമങ്ങൾ തെറ്റിച്ചാൽ, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിഴ ശിക്ഷയിൽ നിൽക്കും. അതും വലിയ ശിക്ഷയാണ്. $200 പിടിച്ച പിടിയാലും വാങ്ങിച്ചു കളയും. രണ്ടാമത്തെ തവണ ലംഘിച്ചാൽ, അത് മദ്യം കഴിച്ച് വാഹനം ഓടിക്കുന്നതാണെങ്കിലും ശരിയാണ്, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ ഓടിക്കുന്നതാണെങ്കിലും ശരിയാണ്, അമിത വേഗതയിൽ കാർ ഓടിക്കുന്നതാണെങ്കിലും ശരിയാണ്, ഇതിൻ്റെ ശിക്ഷ കഠിനമാണ്. എന്ന് മാത്രമല്ല, അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതോടുകൂടി സർക്കാരിലേക്ക് കണ്ടുകിട്ടും. പിന്നെ വീട്ടിൽ പോകണമെങ്കിൽ യൂബർ വിളിച്ച് പോകണ്ടു, സ്വന്തം കാർ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഡ്രൈവിംഗ് ലൈസൻസ് അതോടുകൂടി നഷ്ടപ്പെടും. പിഴ ശിക്ഷ കഠിനമാണ്. പിന്നെ ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടല്ലോ, സിബ്ര ലൈൻ മുറിച്ചെടുക്കുന്നത്, അവിടെ ഇത് നിർബന്ധമാണ്. അതിൻ്റെ പച്ച ലൈറ്റ് തെളിയുമ്പോൾ മാത്രമേ വാഹനം ഓടിക്കാവൂ. ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ ഒരു കാരണവശാലും സിബ്ര ലൈൻ മുറിച്ചെടുക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആരും തന്നെ കടക്കാനില്ല എന്ന് വിചാരിച്ചുള്ളൂ എങ്കിൽ പോലും ആ സമയത്ത് വാഹനം ഓടിച്ച് പോകുന്ന കഠിനമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ശിക്ഷ കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യും. അല്ലാണ്ട് ട്രാഫിക് കമ്മീഷണർ എൻ്റെ പരിചയക്കാരനാണ് അതുകൊണ്ട് എനിക്ക് ശിക്ഷയില്ല, അതല്ല ഈ ട്രാഫിക് പോലീസുകാരൻ എൻ്റെ ആരാധകനാണ് അതുകൊണ്ട് എനിക്ക് ശിക്ഷയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. ഇത് എൻ്റെ തന്നെ വ്യക്തിപരമായ ഒരു അനുഭവം ഇത് കഴിഞ്ഞിട്ട് പറയും. അപ്പം ഇങ്ങനെയല്ല, വിദേശ രാജ്യങ്ങളിൽ ഇതിനൊക്കെ കഠിനമായ ശിക്ഷയുണ്ട്.
അതുകൊണ്ട് തന്നെ ആരും നിയമം ലംഘിക്കുകയുമില്ല. ബേബി സീറ്റ് ഇല്ലാതെ ഒരാളും പിഞ്ചു കുഞ്ഞിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയില്ല. അതുപോലെ നിർദ്ദിഷ്ട പ്രായത്തിൽ കുറഞ്ഞ ഒരു കുട്ടിയും വാഹനം ഓടിക്കുകയില്ല. ഇനി കുട്ടികൾക്ക് എൽബോർഡ് വെച്ച് പോകണമെങ്കിൽ തന്നെ അതിന് തന്നെ എന്താണ് വളരെ നിഷ്കൃഷ്ടമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അത് ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആ കുട്ടിക്കല്ല, കുട്ടിയുടെ മാതാപിതാക്കൾക്ക്, രക്ഷകർത്താവിന് കഠിനമായ ശിക്ഷ നിർബന്ധമായിട്ട് കിട്ടും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് സ്വന്തം റിസ്കിൽ ഓടിക്കാൻ പോലീസ് പിടിച്ചാൽ കഠിനമായ ശിക്ഷയുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും പോവും, പിന്നെ ആള് ജയിലിലും പോവും. അങ്ങനെ കർക്കശമായ നിയമ വ്യവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതുപോലുള്ള അപകടങ്ങൾ കുറയുന്നത്, ആ ജനസംഖ്യാ നിരക്ക് കുറയാതിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്, പക്ഷെ ഇതാരും പാലിക്കുന്നില്ല. ആ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വയ്ക്കുന്നില്ല, കാറിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല. എനിക്കിതിനെക്കുറിച്ച് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഈ സീറ്റ് ബെൽറ്റ് വന്ന കാലം മുതൽക്ക് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഡ്രൈവർ ബെൽറ്റ് ഇടാതെ ഓടിക്കുമ്പോഴും ഞാൻ ബെൽറ്റ് ഇട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം തീർച്ചയായിട്ടും തോന്നും. എന്ന് മാത്രമല്ല, രണ്ട് കൈയും ഫ്രീ ആവും. വേറെ ഒന്നിനെക്കുറിച്ച് വേറെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ആലോചിക്കാം. ഈ വണ്ടിയിലെ യാത്രയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് നിർബന്ധക്കാരനാണ് ഞാൻ. പിന്നിലിരിക്കുന്നവരും ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് സമ്പന്നർക്കും പ്രബലർക്കും പോലും അറിയാത്ത കാര്യമാണ്. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ട വിവരം നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ചെറിയ ആളൊന്നുമല്ലല്ലോ, വളരെ വലിയ ആളാണ്, വൻ തോക്കാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഒരു ബന്ധുവിന്റെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ബന്ധുവും അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻ സീറ്റുകളിൽ ഇരിക്കും. അമിത വേഗതയിലാണ് ഓടിക്കുന്നത്. അവിടെ അമിത വേഗത അനുവദനീയമാണ്. കാരണം എന്ന് വെച്ചാൽ സൂററ്റ് ബോംബെ ഹൈവേ ആണ്. അവിടെ 110 കിലോമീറ്ററിലും 100 കിലോമീറ്ററിലൂടെ എല്ലാ വാഹനങ്ങളും പോകുന്നത്. അമിത വേഗത്തിൽ പോകുന്ന ഈ വാഹനം ഒരു കലിങ്കിലോ മറ്റോ ഇടിക്കും. കാർ ഓടിച്ചിരുന്ന ആൾക്കും അയാളുടെ ഭാര്യയ്ക്കും സാരമായ പരിക്ക് പറ്റി, പക്ഷെ അവർ മരിച്ചില്ല. വാഹനം ബെൻസാണ്. പിന്നിലിരുന്ന സൈറസ് മിസ്ത്രിയും ആ ഭാര്യയും തൽക്ഷണം കൊല്ലപ്പെട്ടു. കാരണം ഇവർ ബെൽറ്റ് ഇട്ടിരുന്നില്ല. അവർ ഈ ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിൽ പോയി ഇടിക്കുകയും ആന്തരാവയവങ്ങൾക്ക് വലിയ ക്ഷതം സംഭവിച്ചു മരിച്ചു. ഇപ്പൊ സൈറസ് മിസ്ത്രി പോലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെയാണ് ഇവിടെ നിന്നിട്ട് ഞാൻ സിദ്ധാന്തം പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് പിൻ സീറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം എന്നൊരു ചട്ടം നടപ്പാക്കാൻ ശ്രമിച്ചു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേട്ട തെറി അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും മാർക്സിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും എതിർ പാർട്ടിയിൽപ്പെട്ടവരോ പോലും വിളിച്ചിട്ടുണ്ടാവില്ല. പാവം തിരുവഞ്ചൂർ ഒരാഴ്ചക്കകം അല്ലെ ഏറിയത് 2 ആഴ്ചക്കകം ഈ പരിഷ്കാരം പിൻവലിക്കാൻ നിർബന്ധിതനായി. ഇതൊക്കെ സംബന്ധിച്ച വ്യക്തമായ വ്യവസ്ഥകൾ നമ്മുടെ കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളിലുണ്ട്. കേരളത്തിലെ ഇത് സംബന്ധിച്ച ചട്ടങ്ങളിലുമുണ്ട്. ആരും പാലിക്കുന്നില്ല എന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോടാണ്. കാര്യം ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഈ കാറുകളിൽ ബേബി സീറ്റ് നിർബന്ധമാക്കി, അതുപോലെ തന്നെ പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്ക് കൂടി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി, മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം എന്ന വ്യവസ്ഥ കർശനമായി പാലിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയുമാണ്. അത് ചെയ്യുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പോൾ MLA ആയിട്ട് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. 3ാം തവണയാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. 2 തവണ ഗതാഗത വകുപ്പാൻ. ഈ കാര്യം നിർബന്ധമാക്കുകയാണെങ്കിൽ അത് മരിച്ചുപോയ ആലിനോടും ഇനി മരിക്കാൻ സാധ്യതയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും ചെയ്യുന്ന ഒരു വലിയ നീതിയായിരിക്കും. പിണറായി വിജയനും സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും ഒക്കെ ചെയ്തേക്കാളും വലിയ ഒരു സേവനമായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.